ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഹലോ മുംബൈയുടെ മറ്റൊരു മധുര മനോഹരമായ എപ്പിസോഡിലേക്ക്, മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളുടെ സ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പണക്കാരന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആഡംബര കാറുകളെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ വീടിന് വാതിലുകളില്ല എന്നുള്ളതാണ്. ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ നമ്മൾ അറിയിക്കണം, അതെ ഞങ്ങൾ പോവുകയാണെന്നുള്ളത്. ഇവിടെ ആലോചിച്ച് നോക്കൂ, ഈ വീട് തുറന്നിട്ട് അവർക്ക് ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. തിരിച്ചു വരുമ്പോഴും ഈ വീട് സുരക്ഷിതമായി തന്നെ ഇരിക്കും. ഇവിടുത്തെ ഏറ്റവും പണക്കാരനായ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നമുക്ക് കാണാം, ദർവാസ नहीं है. आपको क्या डर नहीं लगता है क्या? ऐसा दरवाजा कुछ नहीं है? कितनी वर्ष डाली? 50 साल को नहीं. आप तो न्यू जनरेशन में है, आपको तो ये सोच होगा ना कि हमें एक दरवाजा चाहिए हमारे लिए. ऐसा कुछ सोच नहीं है क्या आपको? नहीं, ऐसा कुछ नहीं लगता. अभी डर नहीं लगता. अभी पहले से ऐसा ही खुला ही रहता है यहाँ पे. ശനീശ്വര ക്ഷേത്രത്തിലെ സ്വയംഭൂ വിഗ്രഹത്തിൽ ശനീശ്വരൻ കുടികൊള്ളുന്നുവെന്നും കളവിന് ആര് ശ്രമിച്ചാലും അവർ ശനീശ്വര ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് ഇവിടുത്തെ ഗ്രാമീണർ വിശ്വസിക്കുന്നത്. സാധാരണ നമ്മുടെ ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പം ഈ 10 രൂപയുടെ പേന അതുപോലും ഇങ്ങനെ കെട്ടിയിട്ട് CCTV ക്യാമറ വഴി കാണുന്ന ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടു കാണും. അങ്ങനെ ഒരു സമയത്താണ് ശനി ശിക്നാപൂരിൽ വാതിലുകളില്ലാത്ത ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശനി ശിക്നാപൂരിലെ ഒരു സ്കൂളിലാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ സ്കൂളിലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ എഴുതിയ പരീക്ഷാ പേപ്പറൊക്കെ വെച്ച് എവിടെയെങ്കിലും വെച്ച് പൂട്ടി വയ്ക്കുക, അല്ലെങ്കിൽ പിള്ളേർ അതെടുത്ത് കൊണ്ടുപോയി തിരിച്ചെഴുതി തിരിച്ചു കൊണ്ടുവയ്ക്കുക, അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒന്നിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. ഇത് ആശ്ചര്യമല്ല, അങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ നിന്നും പഠിച്ചു വളരുന്നത്. അവർ വളർന്ന് വലുതാകുമ്പോൾ അവരും ഈ സന്ദേശം ഈ ലോകത്തിന് മുഴുവൻ പരത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഗ്രാമത്തിലെ ഏക സ്കൂളിലൊന്നും പൂട്ടിവെക്കുന്ന സമ്പ്രദായമില്ല. പ്രധാന രേഖകളും സ്കൂൾ ഫീസും ചോദ്യപേപ്പറുകൾ പോലും ലോക്കില്ലാത്ത ഷെൽഫുകളിൽ സുരക്ഷിതം. एग्जाम का पेपर वो सब चोरी होता है और क्वेश्चन पेपर लेके जाता है और वापस लेके आता है और वो भी लॉक रहता है पूरा, है ना. अब आप सोचो, आप इधर दरवाजा भी नहीं है, ऐसा कुछ होता है कि इधर कुछ चोरी भी नहीं होता. खाली जो स्कूल का टाचनी जो बोलते हैं ना, वो भी किधर हिलता ही नहीं. കോളേജിനും ഇവിടെ ഒരു വാതിലുകളും ഒന്നുമില്ല. അതായത് ഇവിടുത്തെ പുതിയ രജിസ്റ്ററൊക്കെയാണ് അദ്ദേഹം കാണിച്ചത്, അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അതാരും എടുക്കില്ല എന്നാണ്. ഒരു കുട്ടി പോലും അതിനുള്ളിൽ പ്രവേശിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഈ ശനി ശിക്നാപൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഈ ഇവിടുത്തെ പോലീസ് സ്റ്റേഷന് പോലും വാതിലുകൾ ഇല്ല എന്നുള്ളത്. ചെറിയൊരു വാതിൽ നമുക്കിവിടെ കാണാം, അതിന് ലോക്കില്ല. ഈ ശനി ശിക്നാപൂർ പോലെ തന്നെ ആകട്ടെ ഈ ഭാരതം മുഴുവൻ എന്നാണ്. തീർച്ചയായും അങ്ങനെ ആവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. 100 साल से कुछ केस फाइल नहीं हुआ है अभी जो ये शनि शिंगणापुर देवस्थान परिसर है, गांव है, तो यहाँ पे 100 साल से ऐसा बड़ा कोई चोरी का मामला दर्ज नहीं है. पूछना चाहते पुलिस स्टेशन का जरूरत है क्या फिर भी? पुलिस स्टेशन में तो इसका दर्ज नहीं है इसके बारे में. और जो पुलिस स्टेशन के बाहर का इलाका है, जो कि ये पुलिस स्टेशन के अंदर 9 विलेज आते हैं टोटल. तो ये एक जो विलेज है शिंगणापुर, ये छोड़ के अदर जो विलेज है, इधर ये मामला थोड़ा उधर होता है. आपके हिसाब से पूरा भारत में ऐसा ही होना चाहिए, गांव के जैसा? सही बात. आप लोग आए जैसे भगवान ही आए. आप भी तो चैनल नहीं, आप भी भगवान आए. आपके वजह से पूरे वर्ल्ड में जा रहा है. तो आप एक शनि देव ने आपको बुलाया. शनि शिंगणापूरिल उयरुന്നു ചുറ്റിനും ഗ്രഹദോഷമന്ത്രങ്ങൾ ഉയരുന്നു ചുറ്റിനും പാവനയാത്രകൾ പ്രാർത്ഥന ഹൃദയങ്ങൾ. ഇദ്ദേഹം ഞാൻ മുമ്പ് സൂചിച്ച പോലെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഞങ്ങൾ ഇവിടെ വന്ന സമയം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും കാണിക്കാൻ. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ടയർഡ്, ഞാൻ പറഞ്ഞു വേണ്ട ഇനി അത് കാണിക്കണ്ട, അല്ല ചേട്ടാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞങ്ങളുടെ കൂടെ വരൂ, ഞാൻ ഇവിടെ പോകാം അവിടെ പോകാം. പുള്ളി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് വളരെ കൃത്യമായി കാണിച്ചത്. അദ്ദേഹത്തിനൊരു പ്രത്യേക നന്ദി. സർ,
താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങള് ഇനിയും ഷിഗ്നാപൂരിന്റെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് ബോംബെയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വാതിലുകളില്ലാത്ത വീടുകളും ബാങ്കും സ്കൂളും കോളേജും ഒപ്പം ശനീശ്വരനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മറ്റൊരു വിശേഷവുമായി മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. പാവനയാത്രകൾ പ്രാർത്ഥന ഹൃദയങ്ങൾ ശനിശിൻ നമസ്കാരം. ഞാൻ എന്താണ് ഈ ഓട്ടോറിക്ഷ എന്നായിരിക്കും. ഞാനല്ല ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് മുംബൈയിലെ ഒരു വനിതാ രക്തമാണ്. വാൻവാലി ആൻറ്റി എന്ന് വിളിക്കുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മളുടെ സ്വന്തം പത്തനംതിട്ടക്കാരിയായ പ്രസന്നയാണ് ഇതിന്റെ ഓണർ. നമുക്ക് പ്രസന്നെ ഒന്ന് പരിചയപ്പെടാം. ഏത് വർഷത്തിലാണ് ബോംബെക്ക് വന്നത്? ബോംബെക്ക് വന്നത് 84. എങ്ങനെയാ ബോംബെയിലോട്ട് എത്തിച്ചേർന്നു? കല്യാണം കഴിച്ചു. അച്ഛാ, പുള്ളി അന്ന് ഇവിടെ ജോലി ചെയ്യുമായിരുന്നു. എന്ത് ചെയ്യായിരുന്നു? ലേത്ത് വർക്ക്. ലേത്ത് വർക്കായിരുന്നു. ഓക്കെ. അപ്പൊ കല്യാണം എനിക്ക് തോന്നുന്നു ഏത് വർഷത്തിലായിരുന്നു? 84. അപ്പൊ 84 ഇവിടെ വന്നു. കല്യാണം കഴിഞ്ഞു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോംബെക്ക് വന്നു. അപ്പം അന്ന് ഹൗസ് വൈഫ് ആയിരുന്നു, വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല? ഇല്ല, സ്കൂളിൽ പഠിക്കുമായിരുന്നു. സ്കൂളില് ശൈശവിവാഹം പ്രശ്നമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ വന്ന് പിന്നെ ഹൗസ് വൈഫായി. ഹൗസ് വൈഫ്, വീട്ടിൽ തന്നെ പാചകം തന്നെ. അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നു? ഇല്ല, വരും സമയത്തൊന്നും അധികമൊന്നും അറിയില്ലായിരുന്നു. ഭർത്താവിന് അറിയായിരുന്നു? ഭർത്താവിന് അറിയായിരുന്നു. എന്റെ ചേട്ടന് പുള്ളിയോട് പറഞ്ഞിരുന്നു ഇവക്കൊന്നും അധികം ഒന്നും അറിയില്ല കുറച്ച്, കാരണം വീട്ടിലിളയതായിരുന്നു. പിന്നെ നിങ്ങൾ എത്ര പേരാ? ഞങ്ങൾ 6 പേര്. 6 പേര്. ഏറ്റവും ഇളയതാണ്? ഏറ്റവും ഇളയത്. അപ്പൊ ഞങ്ങൾ ഒരാളെ ഉള്ളൂ? അല്ല, ഞങ്ങള് 4 പെണ്ണുങ്ങളും 2 ആണുങ്ങളും. അല്ല, ആദ്യം തന്നെ ഇങ്ങനെ കെട്ടിച്ച് കൊടുത്തോണ്ട് ചോദിച്ചത്. ഇല്ല, അപ്പം ചേച്ചിമാർ 2 പേര് ബോംബെ ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ ഇതുപോലൊരു ആലോചന വന്നപ്പം എനിക്ക് എന്റെ അമ്മ മരിച്ചു വരും നേരത്തെ. അപ്പം വീട്ടിലൊക്കെ വലിയ ബുദ്ധിമുട്ട് നോക്കാനൊക്കെ. അപ്പൊ അങ്ങനെ ആയപ്പം എന്നെ കെട്ടിച്ചു വിട്ടു. അങ്ങനെ ഞാൻ കെട്ടിച്ചു ബോംബെ വന്ന്. എന്റെ കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ ശേഷമാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. ശരി. അപ്പൊ കൂടുതൽ സുന്ദരിയായിരുന്നു. ഓക്കെ. എന്നിട്ട് ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞ് മോളായി. മോള് പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ തയ്യലേല് റെഡിമെയ്ഡിന്റെ തുണികളൊക്കെ വാങ്ങിച്ച് തയ്ക്കാൻ തുടങ്ങി വീട്ടിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ പോയി കുറെ നാൾ നിന്ന്. അപ്പൊ നാട്ടിൽ നിന്ന സമയത്ത് ചെറിയ തയ്യൽ പഠിച്ച് അങ്ങനെ ഇവിടെ വന്ന് പിന്നെ റെഡിമെയ്ഡിന്റെ പരിപാടി, സ്കൂൾ ബാഗ്, അതുപോലെ പെറ്റിക്കോട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു ഉല്ലാസങ്ങാറി. അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ടുവന്ന് അത് തയ്ക്കുമായിരുന്നു. അപ്പൊ എന്ത് പഠിച്ചിട്ടാണ് വന്നത്? ഞാൻ 11ാം ക്ലാസ്സിൽ നടക്കുമ്പോഴാണ് കല്യാണം കഴിച്ചു വന്നത്. ചെറിയ ടൈപ്പിംഗ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പൊ ഒന്ന് ഇവിടെ നമ്മുടെ ഉല്ലാസനഗറി എനിക്ക് ലൈറ്റ് ഓഫീസിലേക്ക് ഒരു വേക്കൻസി കിട്ടി. അപ്പം ഭർത്താവ് പറഞ്ഞ് ജോലിക്ക് പോകണ്ട, വീട്ടിലിരുന്ന് ഗവൺമെന്റ് ജോലി വേണ്ടെന്ന് വെച്ചു. വീട്ടിലിരുന്ന് എന്തെങ്കിലും തയ്യലും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഇളയ മോളുണ്ടായി. 6 മാസമായപ്പം മുനിസിപ്പാലിറ്റിയിലേക്ക് വേക്കൻസി വന്നു. അപ്പോഴും ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു 6 മാസം ഇങ്ങനെ പബ്ലിക്കിന് സർവീസ് ചെയ്യുക, അതിനുശേഷം അവര് പെർമനന്റ് ആക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഭർത്താവ് പറഞ്ഞു ജോലിക്ക് പോകണ്ട. പണമല്ല, നമ്മള് ബുദ്ധിമുട്ടി തന്നെ ബോംബെ ജീവിച്ചത്. എങ്കിലും പെണ്ണുങ്ങൾ പുറത്ത് ജോലിക്ക് പോകണ്ട ഒരു ചിന്ത, പണ്ടത്തെ ഒരു ചിന്ത അന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് കഴിഞ്ഞു പുള്ളി ഭർത്താവ് മരിച്ച്. അപ്പൊ അത് എത്ര വർഷം കഴിഞ്ഞാണോ? ഭർത്താവ് മരിച്ചത് 2014. അത് കഴിഞ്ഞാണ് വാൻവാലി ആൻറ്റി 6 മാസം ആയി. പുള്ളി മരിച്ച 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഡ്രൈവിംഗ് പഠിച്ച്. അപ്പോഴും ഈ തയ്യൽ പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ. നമ്മുടെ തുണിക്കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് സ്കൂൾ ഐറ്റം. അപ്പോൾ ഈ ഇവരെടുക്കുന്ന തുണികൾ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ തയ്ക്കാൻ കിട്ടും. അങ്ങനെ കഴിയുന്ന സമയത്ത്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ആളിങ്ങനെ റിക്ഷയുടെ മുമ്പിൽ ഒരു റിക്ഷയിൽ പിള്ളേരെ നിറയ്ക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ട് നമുക്ക് ഈ ലൈനിൽ ഇറങ്ങിക്കൊള്ളാം. അപ്പോൾ വലിയ മോളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ ചോദിച്ചു, മമ്മി എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടി പഠിച്ചതിന് ശേഷം എൻ്റെ ഒരു പ്ലാൻ ഒരു സ്കൂളിൻ്റെ വണ്ടി എടുക്കുക, അപ്പം ഓടിക്കാമെന്നുള്ളത്. ഞങ്ങളുടെ അയൽപക്കക്കാർ പോലും അറിയാതെ ഞാൻ പോയി രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് കട തുറക്കും. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങളുടെ അടുത്തുള്ള പേരൻസിനോടൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി പഠിച്ചു, വണ്ടി ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കുട്ടികളെ തരണം എന്ന് പറഞ്ഞു. എല്ലാവരും ഹാന്ന് പറഞ്ഞു. പക്ഷെ ജൂൺ 1 സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പം നമ്മൾ ഒറ്റയ്ക്ക് മാത്രം പോകാൻ 5 കുട്ടികളെയാണ് എനിക്ക് കിട്ടിയത്. 5 കുട്ടികളെ കിട്ടി. 5 കുട്ടികളോട്ട് സ്കൂളിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പെട്രോളിൻ്റെ പൈസ പോലും തികയില്ല. അപ്പം ഞാൻ പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പരിചയമുള്ളവരോടൊക്കെ പറഞ്ഞ് ഞാൻ കമ്പനിയിലെ ഓട്ടോ ആണെങ്കിലും ഓടാൻ പറ്റും. അപ്പോൾ 1-2 എന്നോട് പറഞ്ഞ് ആണുങ്ങളെയും കൊണ്ടുവരണം.
അപ്പോൾ പ്രായം ഇച്ചിരി ചെറുതല്ലേ, അപ്പം കൊണ്ടുപോകാൻ അത് പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ വണ്ടി എടുത്തു പോയില്ലേ. തീർച്ചയായും. അപ്പോൾ അങ്ങനായി ഏതായാലും ഒരു അല്ല അപ്പോഴും ഈ തയ്യൽ കട നടക്കുന്നുണ്ട്. ഉണ്ട്, അത് നടക്കുന്നു. അതിന് വേറൊരാളെ ജോലിക്ക് വെച്ചു? ഇല്ല ഞാൻ തന്നെ പിള്ളേരെ വീട്ടിൽ നിന്ന് വന്ന ശേഷം അത് ഞാൻ അത് തുറക്കും. പിന്നെ തയ്യലുണ്ട്. രണ്ടും കൂടെ. കാരണം തയ്യൽ നിർത്താൻ പറ്റില്ല, നമുക്കുള്ള വരുമാനം. അപ്പൊ സ്വന്തമായിട്ട് തയ്ക്കുകയും ചെയ്യും? സ്വന്തമായിട്ട് ഇപ്പോഴും തയ്ക്കും. അത് ശരിയാ. കിട്ടി അതും കൂടെ ഒരു 15 ദിവസം ഞാൻ ഓടി. പിന്നെ ഓർത്ത് ഇത് നഷ്ടമാ, കാരണം നമുക്ക് മുതലാകുന്നില്ലല്ലോ. ഏതായാലും ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പം പതുക്കെ പേരൻസ് എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് വണ്ടി ഫുള്ളായി. രാവിലത്തെ ട്രിപ്പ് എനിക്ക് 20 പിള്ളേർ. അപ്പോൾ നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞ് പിള്ളേർ 25 കിട്ടി, രാവിലെ 20. അങ്ങനെ ഒരു 45 പിള്ളേരുമായിട്ട് ഈ ചെറിയ വണ്ടിയിൽ ഫ്രണ്ട് സീറ്റ് 4 വരെ ഇരുത്തുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 25 പിള്ളേർ, അങ്ങനെ 45 കുട്ടികൾ ലാസ്റ്റ് ടൈം. പിന്നെ എനിക്ക് പേരൻസ് ഇങ്ങോട്ട് വരിക, എനിക്ക് പക്ഷെ സ്ഥലമില്ല വണ്ടിക്ക്. പക്ഷെ വണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ പേരൻസ് വണ്ടി ആരും ഓടിക്കും? ഡ്രൈവറെ വെച്ച് മുതലാകത്തില്ല. നല്ല ലാഭമുള്ള പരിപാടിയാണ്. ലാഭമുള്ള പരിപാടിയാ, കാരണം നമ്മൾ പ്രൈവറ്റ് ആയിട്ടല്ലേ ഇവിടെ, നല്ല സ്കൂളിന്റെ ഇതിൽ. പിന്നെ എങ്ങനെയാണ് ഈ വാൻവാലി ആന്റിയിൽ നിന്നും ഓട്ടോയിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്കൂളിൽ അപ്പം നമുക്ക് എല്ലാം ഫ്രണ്ട്സ് ആയി. ഓട്ടോറിക്ഷ അവിടെ ഒരിട്ട ലേഡീസേ ഉള്ളൂ, ജെന്റ്സ് എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ ഒരു ദിവസം പറഞ്ഞ് ലേഡീസിന് പെർമിറ്റ് ഇറങ്ങിയിട്ടുണ്ട്, എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞുമോളോട് പറഞ്ഞു, ഇളയ മോളെ എൻ്റെ കൂടെ. രണ്ടാമത്തെ മോളപ്പം ചന്ദ്രപൂരിൽ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുക, എഞ്ചിനീയറിംഗ്. അപ്പം മോളോട് ഞാൻ പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, മമ്മി എടുത്തോ, ഓട്ടോ വാങ്ങിച്ചോ, ഞാൻ പൈസ അടച്ചോളാം. അമ്മ ഇപ്പോഴും ഓട്ടോ ഓടുന്നുണ്ട്? ഇതൊന്നുമില്ല, വേണ്ട, ഓടിക്കാൻ പറയും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മമ്മി പറയുന്ന കാലി ഇരിക്കണ്ട. ഓടിക്കോ? അല്ല, പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല? ഉണ്ട്, പക്ഷെ സമയം കിട്ടത്തില്ല. 2 ദിവസത്തിന് വേണ്ടിട്ട് വരും, ഓടി പിടിച്ചു വരും. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ അമ്മയുടെ കൂടെ അല്ല, അമ്മ ഒറ്റയ്ക്കാണ്? അമ്മ ഈ ഓട്ടോറിക്ഷയുടെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോക്കോട്ടെ, നാഗ്പൂരിലോട്ട്? പറഞ്ഞിട്ടുണ്ട്. വരുന്നില്ല? മുറത്ത് ഞാൻ എടുക്കുന്നുണ്ട്, പെട്ടെന്ന് വരുന്നില്ല. അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഓട്ടോറിക്ഷ പിടിച്ച് നടക്കുന്നുള്ളതാണ് അല്ലേ? അതാണ് ഇഷ്ടം. മൂത്ത വരുമ്പോ റെയിൽവേല ഇൻസ്പെക്ടറാ. പക്ഷേ മകള് പോലീസാണ്. മകള് പോലീസ്. രണ്ടാമത്തെ ആള് എഞ്ചിനീയർ ആണ്. മൂന്നാമത്തെ ആള് അക്കൗണ്ടന്റ് ആയിട്ട് ദുബായിൽ ജോലി. അപ്പൊ ഇവരെ രണ്ടുപേരും പഠിത്ത സമയം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും. അപ്പൊ ഞാൻ രാവിലെ സ്കൂളിൽ പോയിട്ട് രാവിലെ 6 മണിയാകുമ്പോൾ ഇറങ്ങും, 7:30 ആകുമ്പോൾ തിരിച്ചു വരും. നാശയൊക്കെ കഴിച്ച് മോക്ക് ഡബ്ബയും കൊടുത്തിട്ട് അടുത്ത ഇതും എടുത്തോണ്ട് ഇറങ്ങും, ഓട്ടോറിക്ഷ ആയിട്ട് ഇറങ്ങും. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ ഇത് കൊണ്ടുവെക്കും, വാൻ കൊണ്ടുപോകും. അങ്ങനെ ഇത് കിട്ടി, റിക്ഷ കിട്ടിയതിന് ശേഷം തയ്യൽ കുറെ കുറഞ്ഞു, കാരണം നമുക്ക് പറ്റുന്നില്ല. പിന്നെ 1:30 ആകുമ്പോൾ കൊണ്ടുവെക്കുക, കുറേ നേരം റെസ്റ്റ് ചെയ്യുക. പിന്നെ തിരിച്ച് 5 മണിയാകുമ്പോൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുവരണം. അതിനുശേഷം പിന്നെ ഓട്ടോറിക്ഷ. അപ്പൊ ഈ ഓട്ടോറിക്ഷയിലൊക്കെ ഓടിക്കുമ്പോൾ പൊതുവെ ഈ മദ്യപിച്ച ആണുങ്ങളൊക്കെ വണ്ടി? മദ്യപിച്ച ആണുങ്ങളല്ല, ഞങ്ങൾ ഓട്ടോറിക്ഷ ഞാൻ ആദ്യമായിട്ട് വന്ന് ഞാൻ സ്റ്റാൻഡിൽ ചെല്ലുന്ന പറഞ്ഞാൽ അവര് നമ്മളെ ഇടാൻ സമ്മതിക്കില്ല. ആദ്യം നമ്മളോട് പറയുന്നത്, ഓട്ടോറിക്ഷ എടുക്കുന്ന സമയത്ത് പറയുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്നും ഭാഷയൊക്കെ മറാഠിയൊക്കെ ഫ്ലുവന്റ് ആയി. ഹിന്ദി, മറാഠി ഇത്ര അറിയില്ല. അപ്പൊ നമ്മള് ലൈനിൽ ചെല്ലുന്ന പറഞ്ഞാൽ ലൈനിലൊന്നും കയറി സമ്മതിക്കത്തില്ലായിരുന്നു ആദ്യമൊക്കെ. പിന്നെ അവരുമായിട്ട് വഴക്കിട്ട് ഒറ്റയ്ക്ക് വഴക്കിട്ട് പിന്നെ ഓരോരുത്തർ. അപ്പൊ ഇവര് എന്നോട് ചോദിച്ചു, അടി ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ എല്ലാവർക്കും പേടിയാ ഇപ്പഴും. കൊടുത്തിട്ടുണ്ട്, വായും കൊണ്ട് ശരിക്കും വഴക്കിട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഒരാൾ വന്നു, ഇനി പതുക്കെ പിന്നെ ലേഡീസ് വരും, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പാത്രം കഴുകണം, ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്. കാരണം എന്താ അറിയാമോ, ഇവർക്ക് എത്ര കിട്ടിയാലും അവർക്കൊന്നും തികയില്ല. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങണ്ടേ. അങ്ങനായി. അപ്പം ഞങ്ങളുടെ ലീഡറൊക്കെ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റിലിട്ടെടുത്തോ, അത് പറ്റത്തില്ല. പിന്നെ 5 നമ്പരായി പറഞ്ഞ 5 നമ്പർ പോയി കഴിയുമ്പോൾ നിങ്ങൾ എടുത്തോ, അതും പറ്റില്ല. പിന്നെ 15 നമ്പരായി, എന്നിട്ട് സമ്മതിച്ചില്ല. ഒടുവിൽ ഞങ്ങൾ പിന്നെ മെഡിക്കലുണ്ട് സ്റ്റേഷനിൽ, ആ മെഡിക്കലിൻ്റെ അവിടെ വരുന്ന ഉടനെ അവിടെ നിന്ന് ഇട്ടോളം പറഞ്ഞു. അവിടെ എത്ര വണ്ടി, ചിലപ്പോൾ 15 ആയിരിക്കും, ചിലപ്പോൾ 20 ആയിരിക്കും, അതിന്റെ പുറകെ ഇട്ടോളം പറയും. അപ്പം നമ്മൾ ദൂരെ നിന്ന് വരുമ്പോഴേ ഇവരെന്തോർക്കും 3-4 വണ്ടി ഇവിടെ കയറും. അങ്ങനായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാവരുമായിട്ടും നല്ല. അല്ല, ഞാൻ ചോദിച്ചത്, ഈ വണ്ടി ഓടിക്കുമ്പോ ഈ മദ്യപിച്ച ആൾക്കാർ വന്ന് ഉപദ്രവിക്കുക എന്തെങ്കിലും? ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. സുരക്ഷിതമാണ്. പക്ഷെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവരോട് അന്നേരം പറയും, മിണ്ടാതിരുന്നോണം, ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ ഇറങ്ങിപ്പോകണം. പിന്നെ ഒരാൾ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇതുപോലെ എന്നെ ഒന്ന് കറങ്ങിക്കൊണ്ട് നടക്കാവോന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടുന്ന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ഇറങ്ങി നിങ്ങൾ പൈസ തന്നു, ഞങ്ങൾ നിങ്ങളോട്ടുള്ള ബന്ധം കഴിഞ്ഞു. അല്ലാതെ നിങ്ങൾ പിന്നെ അതിനോട് സംസാരിക്കുന്ന നിന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നോക്കാം. പിന്നെ പല പ്രാവശ്യം വണ്ടിയൊക്കെ മുട്ടുമ്പോഴൊക്കെ വഴക്കുണ്ടായിട്ടുണ്ട്.
ആ പിന്നെ ശരിക്കും ഓരോ പ്രാവശ്യം വന്ന് ഒരാൾ വന്ന് ഇടിച്ച് കഴിഞ്ഞപ്പോൾ തെറ്റാ അവൻ്റെ അല്ല. അപ്പോൾ ഇറങ്ങി ആദ്യം അവനൊരെണ്ണം കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാണ് അപ്പുറത്തുള്ളവർ പറയുന്നത് ആന്റി ആ ചെറുക്കൻ പിന്നെ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു പിന്നെ കൊടുക്കണ്ട, ഒരെണ്ണം കൂടെ മതി. എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം? നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇവരും ഇതായിരുന്നു. ഇവിടെ വന്ന് കാരണം ഈ ജീവിതത്തോടൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കാരണം ജീവിതം ഒരു ഫൈറ്റ് ആയിരുന്നു. കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് വീട്ടിൽ ഏറ്റവും വന്നതാ. പക്ഷെ ഇവിടെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇച്ചിരി മദ്യപിക്കുന്ന ആളായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങളും വീഴുന്നതൊക്കെ ആയി കുറേ നാൾ ഒരുപാട് ബുദ്ധി. അത് കഴിഞ്ഞാൽ പിന്നാണ് പക്ഷേ പുള്ളി ഇപ്പോൾ കുറ്റം പറയാമെന്നല്ല, പുള്ളി മരിച്ചതിന് ശേഷം അധ്വാനിച്ചിട്ടാണെങ്കിലും ഒരു നേരം നമ്മൾ സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്നുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇങ്ങനെ ബോംബെ ജീവിച്ചത്. ശരിയാണ്, ആ ഒരു സമയമൊക്കെ അല്ലേ. അപ്പോഴൊക്കെ നമുക്ക് പിള്ളേർ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ സന്തോഷവതിയാണ്. കാരണം നമ്മൾ ഹാപ്പിയാ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അവന് ഹാപ്പിയാ. കാരണം മക്കളും എല്ലാരും അവരവരുടെ ഇതിലായി. മൂത്ത മോള് നാട്ടിലറിയോ ആൾക്കാർ? നാട്ടിലറിയും. നാട്ടിൽ ചെന്നാൽ ഞാൻ വണ്ടി ഓടിക്കും. ആൾക്കാരോട് പറയും നാട്ടിൽ നീ പോയിട്ട് സുമോയൊക്കെ എടുത്തോണ്ട് പോകും പുറത്ത്. അത് ശരി. ഇനിയിപ്പോ അടുത്ത് എന്താണ് ഒരു ആഗ്രഹം? പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, നടന്നിട്ടില്ല. എന്താണ്? എനിക്ക് ബസ് ഓടിക്കണം എന്നുള്ള ഭയങ്കര. പക്ഷെ ഇപ്പൊ ഈ അടുത്തിറങ്ങി എനിക്ക് കിട്ടി കേട്ടോ. ഒരു 3-4 മാസം മുമ്പേ ഇവിടെ ബെർല സ്കൂളുണ്ട്, ഹെലികോപ്റ്റർ ഓടിക്കണം എന്നൊരു ആഗ്രഹം. അത് ഞങ്ങളുടെ അവിടുത്തെ ഒരു വാർഡ് മെമ്പർ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പ്രായം കഴിഞ്ഞു. ഇല്ലെങ്കിലും അരക്കൈ നോക്കിയാൽ. പക്ഷെ ഇപ്പൊ വലിയൊരു ആഗ്രഹമായിരുന്നു ബസ് ഓടിക്കണം. അതും കിട്ടി. ഒരു 4 മാസം മുമ്പ് സ്കൂൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വന്നു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ പഠിപ്പിക്കാം, 1 മാസം ട്രെയിനിങ് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സ്കൂളിന്റെ വണ്ടി ഞാൻ ഓൾറെഡി വിട്ട്. അതുകൊണ്ട് കാരണം നമുക്ക് എങ്ങും ഒന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ ഓട്ടോറിക്ഷ ആകുമ്പോൾ ഇഷ്ടമുള്ള സമയത്ത് പോകാം, ഇഷ്ടമുള്ള സമയത്ത് പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വേണ്ടാന്ന് തോന്നിയാ വേണ്ട, വേണം തോന്നിയാ വേണം അല്ലേ? ശരിക്കും ജീവിതത്തിൽ പരാജയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ. ഇന്ന് കേരളത്തിൽ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. അതായത് ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഞാൻ എന്ത് ചെയ്യും? അവർ തീർച്ചയായും പ്രസന്നയെ കണ്ടുപഠിക്കണം. നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ തീർച്ചയായും ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ ഇന്നത്തെ സമയവും ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സംപ്രേഷണം ചെയ്ത പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രേക്ഷകർ നിരവധി ലെറ്ററുകൾ ഇമെയിൽ വഴിയും വാട്സപ്പ് വഴിയെല്ലാം അയച്ചിരുന്നു. ആ ചില നിർദ്ദേശങ്ങൾ തീർച്ചയായും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇന്ന് ഈ സൈൻ ഓഫ് ടൈമത്ത് എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, രാജ്കുമാർ നാരായൺ. ഇതെന്ത് ഇത്ര വലിയ പേരാണ്? രാജ്കുമാർ എവിടെ? നാട്ടിലെവിടെയാണ്? തൃശ്ശൂർ എവിടെയാ? എന്ത് ചെയ്യുന്നു? ഞാനൊരു ഇന്റീരിയർ ഡിസൈനറാണ്. ഇന്റീരിയർ ഡിസൈനർ, പക്ഷേ ഡിസൈൻ മുഴുവൻ മുഖത്താണ്. ഇതെന്താ സംഭവം? നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പണിയുണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് വളരെ കഷ്ടമാണ്. ബോംബെയിലെ സുരേഷ് ഗോപി എന്നൊക്കെ പറയാം. ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ വരല്ലേ? പിന്നെ വരാറുണ്ടല്ലോ അതല്ലേ, പല സ്ഥലത്തും. ഇവിടുത്തെ ഒരു സെലിബ്രിറ്റിയാണ്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഈ നന്നായിട്ടൊരു പാട്ട് പാടുന്ന ഒരാളാണല്ലേ? ഏത് പാട്ടാണ്? നാടൻ പാട്ട്, പഴയ പാട്ട്. അതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ കുക്കിങ്ങും സംഗീതവും ഇത് രണ്ടും കൂടാണ്. അങ്ങനെ ചേർത്തുമല്ല. ഒന്ന് ഇന്ത്യൻ ഡെക്കറേഷൻ എങ്ങനെ എത്തി? പിന്നെ അത് അല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഡെക്കറേഷൻ എന്താണ് ഇപ്പോൾ പുതിയൊരു ട്രെൻഡ്? എന്താണ് ഈ ഒരു? ഇപ്പോൾ മാക്സിമം ഞങ്ങൾ വൈറ്റ് കളറാണ് മാക്സിമം യൂസ് ചെയ്യുന്നത് വീടുകളിൽ. വൈറ്റ് കളർ എല്ലാം. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് പല കളറ്. അത് തന്നെ. ഇപ്പൊ എല്ലാം വൈറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ ഒരു സംഭവമാണ് ഈ താടിയിൽ വെച്ചിരിക്കുന്നത്. അതും കൂടെ വൈറ്റ് ഷർട്ട്, വൈറ്റ് താടി, ഓക്കെ. അപ്പൊ നമുക്ക് ആ പാട്ട്, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എൻ്റെ അച്ഛനാണ് എനിക്ക് ഈ വരികൾ ആദ്യം പറഞ്ഞു തന്നത്. ഓ, ഏതാണ് പാട്ട്? ഗാനം ഏതാണ്? പറന്നു 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 ചെല്ലാൻ. ഓ, ഈ ഗാനം ബോംബെയിൽ ഏറ്റവും കൂടുതൽ വേദികളിൽ പാടുന്നത് തൃക്കൊടുത്താനം സച്ചിദാനന്ദനാണ്. ഞാനോട്ട് വളരെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് തന്നെ പറയായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് നമുക്കൊരു കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ആ പാട്ട് പാടുന്നത്. ഇത് LPR വർമ്മയാണ് ഇത് എഴുതിയത്. ആ പാട്ടൊന്ന് പാടിക്കേ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. അതായത് LPR രാമവർമ്മ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണിനെ പ്രേമിച്ചത് തൃക്കൊടുത്താനം സച്ചിദാനന്ദനോട് പറഞ്ഞാണ്. പ്രേമിച്ചിരുന്നു അത്രേ. അതൊരിക്കലും അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം അവിടെ ജോലി ചെയ്താണ്. ഇദ്ദേഹം ഒരു വർമ്മയാണ് അല്ലേ? അറിയോ ആ കഥ? അറിയോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്, ഈ ജാലകങ്ങൾ ഞാൻ തുറന്നു, ജാലകങ്ങൾ ഞാൻ തുറന്നു, നീ അതിൻ്റെ കീഴിൽ നിന്നു,
ജാലകങ്ങൾ ഞാൻ തുറന്നു, നീ അതിൻ്റെ കീഴിൽ നിന്നു. പൊൻകിനാക്കൾ പൂത്ത നേരം പോയതെങ്ങു നീ, പോയതെങ്ങു നീ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ഓടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. താങ്ക് യു. അപ്പം എന്തെങ്കിലും ഇത്ര സമയം നമ്മുടെ ചെലവിട്ടതിന്. അപ്പം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ബൈ. फिर मिलेंगे हम. ജറൂർ. Hello Mumbai. Hello Mumbai. Hello Mumbai. Hello Mumbai. Hello Mumbai.